ഒരു സ്വാഭാവിക നീതിയുടെ ലംഘനം എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി ഉത്തരവ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള കണ്ടൻഷൻ ഉണ്ടായിരുന്നത്. കാരണം പാർട്ടികളെ കേൾക്കാതെ, വഖഫ് ബോർഡിൻ്റെ ചെയർമാനും മെമ്പർമാരും ഉൾപ്പെടെയുള്ള പാർട്ടികളെ കേൾക്കാതെ, അല്ലെങ്കിൽ വഖഫ് ബോർഡ് തന്നെ നേരത്തെ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് സമയം വേണം, ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കേൾക്കാതെ ഒരു ഇടക്കാല ഉത്തരവ് അതിവേഗത്തിൽ പുറപ്പെടുവിക്കുകയാണ് കേരള ഹൈക്കോടതി ചെയ്തത്. ആ ഉത്തരവ് പ്രകാരം വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ വെക്കാൻ കൂടി കേരള ഹൈക്കോടതി തയ്യാറാകുന്നു, കക്ഷികളെ കേൾക്കാതെ. അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട കണ്ടൻഷൻ. അത് സുപ്രീം കോടതി അംഗീകരിച്ചു. ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററെ വെച്ചുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തെറ്റാണെന്ന് സുപ്രീം കോടതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജഡ്ജ്മെൻറ്റിനകത്ത്, ആ ഓർഡർ, ഇൻ്ററിം ഓർഡറിനകത്ത് പാരഗ്രാഫ് 6-നകത്തുള്ള ഈ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ടുള്ള ഭാഗം സുപ്രീം കോടതി ഇന്ന് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും കേസ് നാളെ പരിഗണിക്കുകയാണ്. കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കുന്ന സമയത്ത് ബാക്കി വിഷയങ്ങളെല്ലാം ഇതിനകത്ത് എന്താ പറയുക, സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച ഈ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കുകയും ബാക്കി വിഷയങ്ങൾ നാളെ തന്നെ ഹൈക്കോടതി മുമ്പാകെ പിന്നെ നിങ്ങൾക്ക് ഉന്നയിക്കാമെന്നും കക്ഷികൾക്ക് ഉന്നയിക്കാമെന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള വാദങ്ങൾ അവിടെ ഉന്നയിക്കാമെന്നും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കണമെന്ന് പിന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്, ഹൈക്കോടതിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ പെട്ടെന്ന് തന്നെ ഈ വാദങ്ങൾ കേട്ടുകൊണ്ട് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇടക്കാല ഉത്തരവിൽ ഇടപെടരുതെന്ന് സർക്കാർ ശക്തമായി വാദിക്കുന്നതാണ്. സർക്കാർ സ്വാഭാവികമായും ഇടക്കാല ഉത്തരവിൽ പിന്നെ ഇടപെടരുത് എന്ന് മാത്രമല്ല, പെറ്റീഷനേഴ്സിനെ, ഇതിനകത്തുള്ള ഹർജിക്കാരായിട്ടുള്ള BJP നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ ഓപ്പൺ കോർട്ടിനകത്ത് പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ, സീനിയർ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങൾക്കതൊരു ഘട്ടത്തിൽ കോടതിയിൽ പറയേണ്ടിയും വന്നു. ഈ അവിടെ കോടതി മുമ്പാകെ ഇത് റദ്ദാക്കണം അല്ലെങ്കിൽ ഈ ഹർജി തള്ളണം എന്ന് പറഞ്ഞു എന്ന് സർക്കാർ അവകാശപ്പെടുന്ന സമയത്ത് തന്നെ ഇന്ന് ഹർജിക്കാരെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കോടതിയിലുണ്ടായത്. അത് തള്ളിക്കൊണ്ടാണ്, ആ വാദം കൂടി തള്ളിക്കൊണ്ടാണ് ഇന്ന് കോടതി ഉത്തരവ് പാസ്സാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും അമുസ്ലിം നിയമനം എന്നുള്ള വിഷയമാണ് അവിടെ ഉന്നയിച്ചിട്ടുള്ളത്, ഒരു പ്രയറായി ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ പ്രയറിൻ്റെ സ്കോപ്പിനെ മറികടന്നുകൊണ്ടുള്ള ഉത്തരവാണ് കേരള ഹൈക്കോടതി. അതിനകത്ത് പരമാവധി ചെയ്യാൻ പറ്റാവുന്നത് അതിനെക്കുറിച്ച് പ്രവർത്തനം അല്ലെങ്കിൽ ആ രണ്ടാളുകളെ നിയമിക്കുന്നതിനെക്കുറിച്ച് ഒരു ഉത്തരവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാദങ്ങൾ കേൾക്കുന്നതിനപ്പുറത്ത് ഒരു ബോർഡിൻ്റെ ഫംഗ്ഷനെ ആകെ തന്നെ സ്റ്റേ ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ വെച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉത്തരവാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായും ഈ ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി റദ്ദാക്കപ്പെടുകയാണ്. സ്വാഭാവികമായും ബോർഡ് എന്ന രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്.